പാട്ടൊഴുകുന്നു പുഴയഴുകുന്നു പാട്ടോളം പുഴയൊഴുകീല. ആരാ ദ്രോഹിച്ചത്? ഹിറ്റ്ലർ 60 ലക്ഷം ആളെ കൊന്നു, നെപ്പോളിയൻ 5 ലക്ഷം ആളെ കൊന്നു, ജൂതന്മാരെ 60 ലക്ഷം 5 ലക്ഷം, ഫെർഡിനാൻഡ് ഇസബെല്ല എന്ന് പറയുന്ന സ്പാനിഷ് ക്രൂരൻ 2 ലക്ഷം ആളെ കൊന്നു. പിന്നെ എത്ര ആളുകളാണ് ഇങ്ങനെ കൊന്നിട്ടുള്ളത്? മാപ്പിള പാടിയ പാട്ടുകളെന്തേ പാട്ടായി തോന്നുകയില്ലെന്നോ. നമുക്ക് മന്ത്രിമാരെണ്ണം കുറവായിരിക്കും, MLA കുറവായിരിക്കും, MP കുറവായിരിക്കും. പക്ഷേ നമ്മളെ മുസ്ലിം ലീഗിലുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും 99.9% ആളുകൾക്ക് ഒന്നും വേണ്ട. ഈ തവണ പിന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഈ TV തമിഴ്നാട്ടിൽ വന്നു. പാട്ടായി ബംഗാളിലെ BJPക്കുള്ള ഒരു സാധ്യത മനസ്സിൽ കണ്ടിരുന്നു. അതൊരു വലിയൊരു പുതുമല്ല. അവിടെ പിന്നെ വോട്ടിംഗ് ഒന്നുമല്ല, അത് 2ാം ലോക മഹായുദ്ധം നടത്തിയിട്ട് പുള്ളുവ വീണ മറന്നോ നാം, മാപ്പിള പാടിയ പാട്ടുകളെന്തേ പാട്ടായി തോന്നുകയില്ലെന്ന്. റീഷഫ്ലിങ്ങിന് കൃത്യമായ ശ്രദ്ധ വേണം എന്നാണ് അങ്ങ് പറയുന്നത്. അതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ ജനറൽ ഐഡിയ ആണ്. മനസ്സിലായി. ഹൗ ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് എന്ന് തീരുമാനിക്കേണ്ടത് ഭരിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഈ ഒരുപാട് സ്ഥാനമാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർമെൻറ്റിന് ശേഷം ആരെയും പറഞ്ഞേക്കാതെ ഇവിടെ തന്നെ അവർ വെച്ച് പോറ്റുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കിഫ്ബിയുടെ തലപ്പത്തൊക്കെ വന്ന ആൾ അതിൽപ്പെട്ട ആൾക്കാർ, കിഫ്ബിയുടെ തലപ്പത്ത്, മെട്രോയുടെ തലപ്പത്ത്, എല്ലാത്തിൻ്റെ തലപ്പത്തും വന്ന ആൾക്കാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് കേരളക്കാരനല്ലാഞ്ഞിട്ട് പോലും സ്വന്തം നാട്ടിലേക്ക് പോകാൻ സമ്മതിക്കാതെ ഇവിടെ പിടിച്ചിരുത്തി. അവർക്കും സ്വന്തം നാടിനേക്കാളും ഇഷ്ടം ഇവിടെയാണ്. അതെ അതെ, അതിന് പല കാരണങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെ ഇതിനൊക്കെ ആൾക്കാരെ കിട്ടുമല്ലോ. അതെ അതെ, ആളെ കിട്ടുമല്ലോ ഇല്ലേ? അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നല്ല IAS ഉദ്യോഗസ്ഥന്മാർ, നല്ല IPS ഓഫീസർമാർ നീതി ചെയ്യണം. അവരാർക്കും അനുകൂലമായിട്ട് ചെയ്യേണ്ടതാണ്. അവർ നിയമാനുസൃതം പ്രവർത്തിക്കണം. അങ്ങനെ അങ്ങയുടെ ഒരു രാഷ്ട്രീയ അനുഭവം അല്ലെങ്കിൽ സാമൂഹ്യ അനുഭവമൊക്കെ വെച്ചിട്ട് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ്സ്, അതായത് IAS IPS ഉദ്യോഗസ്ഥർ സമൂഹത്തിന് സ്നേഹിക്കണം എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ഈ കൂട്ടത്തിലുണ്ട്? യാതൊരു സംശയമില്ല എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ട്? ഓ ഉണ്ട്. ധാരാളം നല്ല IAS ഓഫീസർമാർ. അപ്പോൾ ആരാണ് അവരെ ചീത്തയാക്കുന്നത്? ആരാ? രാഷ്ട്രീയക്കാരാണോ? അല്ല, അവരിൽ തന്നെ ഒരു ചീത്തയാവാനുള്ള ടെൻഡൻസി നേരത്തെ ഉണ്ടെങ്കിലേ രാഷ്ട്രീയക്കാർക്ക് അവരെ മാറ്റാൻ സാധിക്കുള്ളൂ. ഒരു ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് നിന്നു പോവുക. അതാത് കാലത്തെ ആരായാലും സിന്ദാബാദ്, അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ടാവും. അത് കുറവാണ്. പക്ഷെ ആ കുറവാണ് യേശു പറഞ്ഞ മാതിരി ഒരു ഭരണിയിലുള്ള മുഴുവൻ എണ്ണ ചീത്തയാകാൻ ഒരു ചത്ത ഈച്ച മതി. ഈ എക്സിക്യൂട്ടീവിനകത്ത് ഉള്ള ഈ ഒരു സംവിധാനം ശക്തമായി കൈകാര്യം ചെയ്യാൻ LDFൻ്റെ കാലത്താണോ UDFൻ്റെ കാലത്താണോ സാധിക്കാറുള്ളത്? പൊതുവേ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് നാട് ഭരിക്കുമ്പോൾ UDFലും അതൊക്കെ സാധിച്ചിട്ടുണ്ട്. LDFൽ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവരെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് LDFൻ്റെ ശ്രമം. UDF ശ്രമിച്ചിട്ടുള്ളത് രണ്ട് വാക്കാണ്, അവരെ ജനകീയവൽക്കരിക്കാനാണ്. മനസ്സിലായി. അവർക്ക് ജനങ്ങളോടൊപ്പം ഈ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കുന്നത് എങ്ങനെ, അവർ നിയമാനുസൃതം പ്രവർത്തിപ്പിക്കൽ എങ്ങനെ, അതിനാണ് UDF മുൻഗണന കൊടുത്തത്. ഇവരതല്ല, അവരെ നമ്മുടെ ആളുകളാക്കൽ എങ്ങനെ എന്നതിലാണ്. അവിടെയാണ് ബുദ്ധിമുട്ട്. അവരെ കൗമിലേക്ക് ചേർക്കുന്നതിലാണ്, രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഈ അടുത്ത ഭരണകൂടം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അങ്ങ് കാണുന്നത്? അടുത്ത ഭരണകൂടത്തിന് ഏറ്റവും വലിയ പ്രശ്നം അവരുദ്ദേശിച്ച പരിപാടികളൊക്കെ നടപ്പിലാക്കാൻ ഖജാനയിൽ പണമില്ല എന്നാണ് ഒരു പ്രശ്നം. നമ്പർ 1. ഒരു പ്രശ്നമല്ല, നമ്പർ 1 ഇഷ്യൂ പണമാണ്. എത്ര പദ്ധതികൾ നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്, എത്ര കാര്യങ്ങൾ UDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലുണ്ട്, അത് 1 by 1 ആയിട്ട് നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക സമാഹരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉള്ള ഈ കണക്കൊക്കെ എടുത്ത് പത്തായൊക്കെ ഒന്ന് പരിശോധിക്കണമല്ലോ. ഇനി എന്തൊക്കെ ചെയ്തു എന്നുള്ള ഈ പുറത്തേക്ക് കണ്ടതല്ലാതെ അതിൽ പരിശോധന നടത്തിയാൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ഭരണകൂടത്തിന്, ഒരു പുതിയ ഗവൺമെൻറ്റിന് പഴയ ഗവൺമെൻറ് വരുത്തിയ ഇത്തരത്തിൽ എന്താ പറയുക, അംഗീകരിക്കാനാവാത്ത കുറേ ചെലവുകൾ ഒരു പഴയ മുൻ ഗവൺമെൻറ് ചെയ്തു വെച്ചാൽ ആ ചെലവുകൾ തിരിച്ചു പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ആ ചെലവ് നടത്തിയ ഉത്തരവാദികളെ
ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതിനോ ഒരു പുതിയ ഗവൺമെന്റ് എല്ലാ ഇനങ്ങളിലും അത് സാധിക്കില്ല. എത്രമാത്രം സാധ്യതയുണ്ട്? അല്ല, ആ സാധ്യത അനുസരിച്ച് ഗവൺമെന്റ് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ നിയമപരമായി നടപടി സ്വീകരിക്കാം. അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ അത്തരത്തിൽ? ഇപ്പൊ വലിയ തോതിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു, അങ്ങനെയുള്ള അനുഭവങ്ങൾ മുമ്പുണ്ടല്ലോ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അല്ല, തിരിച്ചു പിടിക്കാൻ സംവിധാനം ഉണ്ടോ? തിരിച്ചു പിടിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ തോതിലൊക്കെ ചില വകുപ്പുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ തിരിച്ചു പിടിക്കലല്ല, അല്ലാതെ തന്നെ വലിയ പ്രശ്നമാണ്. ഈ പട്ടികജാതി വിഭാഗത്തിന്റെ 7400 ഗവൺമെന്റിന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശ് ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. അടുത്ത ഗവൺമെന്റ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാനുള്ള കാശ്, പെൻഷൻ കൊടുക്കാനുള്ള കാശ്, ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതെപ്പോഴും വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും 2 തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. ഒന്ന് സാമൂഹ്യ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ വെൽഫെയർ സ്റ്റേറ്റ് ഭയങ്കര സാമ്പത്തിക ചെലവ് വരുന്ന ഒരു ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത സംഗതിയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു സാമൂഹ്യക്ഷേമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെൽഫെയർ ആയിട്ടുള്ള സംഗതികൾ, ഈ പെൻഷനുകൾ, ഇതൊക്കെ ഉണ്ടല്ലോ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും കാലാകാലങ്ങളിൽ അഭിവൃദ്ധിപ്പെടുത്താനും പുതിയത് ആരംഭിക്കാനും നല്ല സമ്പത്ത് വേണ്ടി വരും. ആഭ്യന്തര ഉൽപാദന മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ? കാർഷിക മേഖലയിൽ അതൊക്കെ ഉണ്ട്. കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിലൊക്കെ ഒരു പുനഃസംഘടനയോ ആകെ ഒരു പുതുക്കി പണിയൽ ആവശ്യമായിട്ട് വരും കാർഷിക മേഖലയിൽ. അതുപോലെ ഇൻഡസ്ട്രിയൽ കൺസെപ്റ്റിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വ്യവസായ മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹമാണ് ഈ അക്ഷയ പദ്ധതിയൊക്കെ അന്ന് തുടങ്ങിയത്, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഈ ടെക്നോ പാർക്ക്, ഇങ്ങനെയുള്ള സംഭവം സങ്കല്പിക്കാത്തൊരു തൊഴിൽ മേഖലയാണ്. ഇതുവരെ മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നത് വലിയ പുകക്കുഴലുകൾ, നാഷണൽ പെർമിറ്റ് ലോറി വന്ന് നിൽക്കുന്നു, ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വ്യവസായ കമ്പനിയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഏറ്റിക്കൊണ്ടുവന്ന് ഇതിൽ നിറക്കുന്നു, ഇതായിരുന്നു. ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെയും സൈബർ പാർക്കിൻ്റെയും മുമ്പ് പോയിട്ട് ഒരു ലോറിയിൽ ഒരു സാധനം കൊണ്ടുകൊണ്ട് കാണില്ല. അത് ഇൻഡസ്ട്രിയുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് നടന്ന ഒരു സീനറി ഇല്ലാണ്ടല്ല, അത് ക്യാരക്ടർ മാറിപ്പോയി, സംഗതികളൊക്കെ മാറിപ്പോയി. അത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല, കയറ്റുമതി ഇറക്കുമതി അല്ല, പ്രോഡക്റ്റിന് പുതിയ ഡെഫിനിഷൻ വന്നു. അതുപോലെ ഈ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, ടെക്നോളജിയിൽ ഇപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ടെക്നോളജി ഉണ്ട്, മുതലാളിത്തത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പറയുന്നത്. അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാണ്. സാങ്കേതിക വിദ്യ, ചൂഷണത്തിൻ്റെ സാങ്കേതിക വിദ്യ മുതലാളി പരിഷ്കരിച്ചു, ചൂഷണത്തെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ തൊഴിലാളി പരിഷ്കരിച്ചില്ല. അത് പരിഷ്കരിച്ചു കൊടുക്കേണ്ടവൻ ഇവനാണ് മുമ്പിൽ നിന്നിട്ട്. അവർക്കത് മനസ്സിലായില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കലും അത്രേ. അതായത് ഗോവിന്ദമാഷ് പറയുന്നുണ്ട് AI ഒരു മുതലാളിത്ത ഉൽപ്പന്നമാണ് എന്ന് മാത്രം പറഞ്ഞ് മുതലാളിത്തത്തെ കുറ്റപ്പെടുത്തുന്നല്ലോ. ഈ AI-നെ തൊഴിലാളി വർഗം ഏത് രൂപത്തിൽ പ്രതിരോധമായിട്ട് ഉപയോഗിക്കാൻ അവരതിനെ സാധാരണഗതിയിൽ ഒരു സംഗതിയിൽ എത്തിച്ചേരാൻ ഇച്ചിരി സമയമെടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ അത് തുടരാൻ ഈ ഫണ്ടില്ലായ്മയും മറ്റും UDF-ന് വലിയ തടസ്സമാവാൻ സാധ്യതയുണ്ട്. ഒരു ഹൈസ്കൂൾ മുതലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിവരമുണ്ട്, നല്ല നോളജ് ഉണ്ട്. അതൊക്കെ ഭാവനയിൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ പ്രയോഗവൽക്കരിക്കുന്നത്. ഒരു സ്കൂളിനൊന്നും ഇനി ഒരു കെട്ടിടവും ക്ലാസ് റൂമും വൈകുന്നേരം വരെ വായിട്ടൽക്കുന്നൊരു അധ്യാപകനും അത് കേട്ട് എഴുതിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയും അതിന് മാസം പരീക്ഷ എഴുതുന്ന കുട്ടിയൊന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല ഇൻ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ വേണമെന്നല്ല പറഞ്ഞു, ടീച്ചേഴ്സിൻ്റെ ജോലി നഷ്ടപ്പെടാൻ പാടില്ല. ലോകത്തിൽ പുതിയ സംവിധാനങ്ങൾ വരികയാണ്. ഇപ്പോൾ ഒരു മാഷ് ഒരു സാധനം, ഒരു സബ്ജക്റ്റ് സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ആ ശാസ്ത്ര പാഠം അതിനേക്കാൾ മുഴുവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചെല്ലുന്ന കുട്ടി ഇയാളെ വായിന്ന് ഒരു സംഗതി വീണിട്ട് അത് എഴുതിയെടുത്ത് നാളെ വീട്ടിൽ പോയി പഠിച്ച് വരേണ്ട കാര്യമില്ല. ഇവൻ്റെ കയ്യിലുള്ള സാധനത്തിൽ നിന്ന് ഇവനിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പുതിയ മാതൃക, ചെലവ് കുറയ്ക്കുന്നതും വളരെ ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു സ്കൂൾ വിദ്യാഭ്യാസം വരെയുള്ള മേഖല അങ്ങ് ഏതെങ്കിലും എപ്പോഴും നിർദ്ദേശിക്കാൻ തോന്നിയിട്ടില്ല? അല്ലേ, എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, ഒന്ന് ഈ അടുത്ത 5 വർഷം കൊണ്ട് കേരളം സമ്പൂർണ്ണമായിട്ട് മാറണം. വിദ്യാഭ്യാസ മേഖല ഈ കാണുന്നതൊന്നും അല്ലാതായിത്തീരും. വിദ്യാഭ്യാസ മേഖല ഇന്ന് ഈ കാണുന്നതല്ലാത്ത പുതിയ സാങ്കേതിക വിദ്യ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, നാനോ ടെക്നോളജി, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിൻ്റെ എല്ലാം സ്വാധീനവും ശക്തിയും ഉപയോഗിച്ചിട്ട് പുതിയ ഒരു വിദ്യാഭ്യാസ സംവിധാനം തന്നെ കേരളത്തിൽ തുടങ്ങാൻ സമയമായി. ഇത് ടോട്ടൽ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് മാറണം.
അപ്പം അതിന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ ആ പാർട്ടിയുടെ കൺസെപ്റ്റ് അല്ല മാറേണ്ടത്. മൊത്തം ഗവൺമെൻറ് മസ്റ്റ് ഹാവ് എ കൺസെപ്റ്റ്, ന്യൂ കൺസെപ്റ്റ്. വാട്ട് വുഡ് ബി ദ എഡ്യൂക്കേഷൻ? കേരളത്തിലെ വിദ്യാഭ്യാസം എന്തായിരിക്കണം? ചെറിയ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണം, മുതിർന്നവനെ എങ്ങനെ, കോളേജ് എങ്ങനെ, യൂണിവേഴ്സിറ്റി എങ്ങനെ ആണ്. അതായത് ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത് എന്താ അറിയോ, പൊളിറ്റിക്സ് വല്ലാതെ ഗവൺമെൻറ്റിനെ ഗവേൺ ചെയ്യണം. മനസ്സിലായി. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ജയിച്ചു വന്ന് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അത് മുഴുവൻ സമൂഹത്തിനും വേണ്ടി, അതാണ് ലീഗിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ ചെയ്യുന്നതെല്ലാം എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അത് നമ്മളെ ജയിപ്പിക്കാൻ ഒരു റിസൾട്ട് വന്ന ദിവസം മുതൽ പിന്നെ പാർട്ടി, നമ്മൾ ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്, ആ രാജ്യത്തിൻ്റെ, ആ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ കാണണം. അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള. ഇനി വേറൊരു സംഗതി പറയാം, ഒരു കൂട്ടർക്ക് മാത്രം ഗുണകരമായി ചെയ്യാനും പറ്റില്ല. ഒരു റോഡ് നിർമ്മിച്ചാൽ അതിൽ വോട്ട് ചെയ്ത് വരെ നടക്കുക. അതെ അതെ അല്ലേ? തീർച്ചയായും. ഒരു പാലം നിർമ്മിച്ചാൽ എല്ലാവരും പോകില്ലേ? അപ്പോൾ അതാണ് സെക്യുലർ എന്ന് പറയുന്നത്. പാലം സെക്യുലറാണ്, റോഡ് സെക്യുലറാണ്, അതിൽ മതമില്ല. അദ്ദേഹം പറഞ്ഞ മതേതരത്വത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അത് ഭൗതികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നത്. മനസ്സിലാക്കുന്ന മറ്റ് പാർട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ദിവസം വരെയാണ് നിങ്ങൾ പാർട്ടിയുടെ ആളാവുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് ആവർത്തിച്ച് പലയിടങ്ങളിൽ നിർദ്ദേശം കിട്ടുന്നുണ്ട്. അതുപ്രകാരം മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണത്? അല്ല, അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം. മറ്റ് പാർട്ടികൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ പറയില്ല. അത് അവരാലോചിക്കേണ്ട കാര്യമാണ്. ഉണ്ടോ ഇല്ലേ എന്ന് അവർ പരിശോധിക്കണം. അനുഭവത്തിൽ പലപ്പോഴും അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ചില പാർട്ടികൾ ഓവർ പൊളിറ്റിസൈസ്ഡ് ആവും. രാഷ്ട്രീയ തിമിരം ബാധിച്ച് നടക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി, നിയമങ്ങളെക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ അന്ധത ബാധിച്ച, കണ്ണ് മഞ്ഞളിച്ചു പോയ ആളുകളാണ് ഈ മാതിരി അബദ്ധങ്ങളിലേക്ക് വീഴുക. അതിപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന സംഘപരിവാറിനുണ്ട്, ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തിനുണ്ട് ആ ഒരു അന്ധത. ലീഗ് ഈ അന്ധത ബാധിക്കാതെ പോകുന്നതിന് ലീഗ് അന്ധത കാരണം എന്താ? അത് ലീഗ് അങ്ങനെ ഉണ്ടായൊരു പാർട്ടിയാണ്. മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ തുടക്കം മുതൽ തന്നെ, ഇപ്പോൾ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ 48 മുസ്ലിം ലീഗ് ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ പാണക്കാട് പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ അതിനോട് ചേർന്ന് വിവിധ പദവികൾ വഹിക്കുന്ന റഷീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, അമിത് അലി തങ്ങൾ, മൊയ്ൻ അലി തങ്ങൾ, ഇങ്ങനെയുള്ള ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആൾക്കാർ, ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള അതിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് മൊത്തം അവരുടെ ഒരു കൺസെപ്റ്റ്. ഞാൻ മുസ്ലിം ലീഗിലേക്ക് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ടോട്ടൽ ഡെവലപ്മെൻറ്റാണ്. ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ പാർട്ടി തന്നെ, ആ പാർട്ടി എന്താ ചെയ്യണത്, ആ പാർട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി പബ്ലിക്കാണ്. അതുണ്ടാക്കുന്ന ഒരു സംഗതിയും, ഒരു വ്യവസായവും, ഒരു റോഡും, ഒരു പാലും, ഒരു തോടും, ഒരു കാർഷിക വിദ്യാഭ്യാസ മാറ്റം ഒരു വിഭാഗത്തിനല്ല, ടോട്ടൽ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ആലോചിക്കേണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഇത്ര നമ്മൾ എപ്പോഴും ഉത്കണ്ഠാകുലരായി തീരണം. അതാരാണ്? നമ്മളെ കുട്ടികൾ. അവരാണ് ഇന്ത്യ, അവരുടെയാണ് കേരളം, നമ്മുടെ അല്ല, അവരുടെയാണ് കേരളം. അപ്പോൾ അത്രയും കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും മുഴുവൻ അധ്യാപകരെയും മനസ്സിൽ കണ്ടിട്ട് വേണം അവിടുത്തെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ. അത് ആർക്ക് ഗുണം ചെയ്യും, ഫ്യൂച്ചറിൽ എന്താവും, നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യയിലും കേരളത്തിലും നിൽക്കാൻ പറ്റുമോ? ഇപ്പം ഒരിക്കൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ലോക വെറുതെ പറയുന്നത്, ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാക്കും കേരളത്തിന്. എന്താണ് ലോകം? ലിറ്റിംസേ, എന്താണ് ലോക നിലവാരം? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം എന്താണ്? അങ്ങനെയാണെങ്കിൽ ലോക നിലവാരത്തിലാക്കുമെങ്കിൽ ഇതിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇത് കമ്പയർ ചെയ്യണ്ടേ? അപ്പോൾ ലോക നിലവാരത്തിനുണ്ടാക്കുന്ന മൂപ്പർ വെച്ചൊരു പ്രപ്പോസൽ, ഒരു എന്താണ് പാഠ്യപദ്ധതി, ഒരു പരിഷ്കരണം കൊണ്ടുവന്നു, ചട്ടക്കൂട് മാറ്റി എന്ന് പറഞ്ഞു. അവർ അന്ന് വിഭാവനം ചെയ്തൊരു സംഗതി പഞ്ചായത്തുകളിൽ. അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടപെടുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ സാർ പറയുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. അവർ ചിലപ്പോൾ ഇടപെട്ടതിന് ശേഷമായിരിക്കാം, അത് അതിന് മുമ്പ് അറിയില്ല.
അവർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം, പാഠ്യപദ്ധതി പരിഷ്കാരം എന്താ വെച്ചാൽ, ഒരു പഞ്ചായത്തിലുള്ള ഹയർ സെക്കൻഡറിയിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ആ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുക, അവിടുത്തെ വാട്ടർ റിസോഴ്സസ്, അവിടുത്തെ കൃഷി, അത് നല്ല കാര്യമെന്ന് തോന്നുന്നു നമുക്ക് ഒറ്റ നോട്ടത്. അവിടെയൊക്കെ കണ്ട് പഠിച്ച് പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ ജോലി ചെയ്തിട്ടും ഒക്കെ അങ്ങനെ അവിടുത്തുകാരായിട്ട് തീരുകയെന്ന്. അതിനിവിടെ SLC പാസ്സായ ഉടനെ അവൻ അമേരിക്കയിലെത്തിയില്ലേ? അതെ അതെ. 35 ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യത്ത് പോയി പഠിക്കുന്നത്. അതെ അതെ. 35 lakhs ബൈ. എന്തുകൊണ്ട് അവർ ഇവിടെ നിന്നില്ല? പിന്നെ ലോക നിലവാരത്തിൽ, ഇവിടെ ലോക നിലവാരം ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. അതെ. അപ്പോൾ ലോക നിലവാരം എന്നാവും? ഇവർ പോയി വന്നാൽ കുറച്ച് ലോക നിലവാരം ഇങ്ങോട്ട് പകരൂലേ? അതെ അതെ. ഇപ്പോൾ നോബൽ പ്രൈസ് വിന്നേഴ്സായിട്ടുള്ള ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് വിദ്യാർത്ഥികൾക്ക് ഇടപഴകാൻ അവസരം ഉണ്ടാക്കുന്നതാണ്. മെസ്സി വരും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ദിവസത്തെ കാര്യമാണോ വിദ്യാഭ്യാസം? അതെ അതെ. അതായത് ഇപ്പോൾ അമേരിക്കയിൽ 100 യൂണിവേഴ്സിറ്റി സർവകലാശാലകളിൽ പിന്നെ ഒരു 58 സാറ് വിശ്വസിക്കുന്നുണ്ട് ഈ 35 ലക്ഷം കുട്ടികൾ ലോക നിലവാരം എന്താണെന്ന് ബോധ്യപ്പെട്ട് വിദ്യാഭ്യാസം ചെയ്ത് തിരിച്ചവർ കേരളത്തെ സേവിക്കാനായിട്ട് വരും? ഇപ്പോൾ സുന്ദർ പിച്ചെ കേരളത്തെ സേവിക്കാനല്ലല്ലോ വന്നത്. അതിന് ആ കൺസെപ്റ്റ് തന്നെ, ഒന്നാമത് ഈ കേരളം, ഇന്ത്യ, ആ കൺസെപ്റ്റ് തന്നെ ലോക നിലവാരം തന്നെ പോയി. അതെ അതെ. നിങ്ങൾ ഈ കേരളവും പിന്നെ ഷൊർണൂരും മാത്രം ആലോചിക്കില്ലേ? ഈ കേരളത്തിൻ്റെ മറ്റേ അതിർത്തിയിലാണ് തമിഴ്നാടും ഇന്ത്യയൊക്കെ കിടക്കുന്നത്. അതെ അതെ. ആ ഇന്ത്യയുടെ അപ്പുറത്ത് അതിനോട് ചേർന്നാണ് മറ്റു രാജ്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരു ഭൂലോക പൗരൻ, ഒരു ലോക പൗരനായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോഴാണ് മതേതരത്വമൊക്കെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വരിക. ഒരു വിശ്വപൗരബോധത്തിലേക്ക് ചെറുപ്പക്കാർ വരും. അങ്ങനെ പോകുമ്പോൾ ഒരു 100 രാജ്യങ്ങളിലെ 90 രാജ്യങ്ങളിലെ കുട്ടികളായിട്ടാണ് ഇവൻ ചേർന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അതെ അതെ. രാവിലെ മുറ്റത്തിറങ്ങിയാൽ അവൻ സ്കൂളിൻ്റെ കോളേജിൻ്റെ മുറ്റത്ത് കാണുന്ന മുഴുവൻ പല പല രാജ്യക്കാരാണ്. എന്തൊരു വണ്ടറൻ! ആ ഒരു ദിവസം ആ വിമാനത്തിലുള്ള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും 4 തവണ പോയാൽ തന്നെ അവൻ വലിയ മാറ്റം മാറി. പിന്നെ പഴകാൻ പറ്റും. അതെല്ലാ മേഖലയിലും അങ്ങനെയാണ്. സയൻറ്റിസ്റ്റ്, നമുക്ക് കേരളത്തിന് മാത്രമായിട്ടൊരു ശാസ്ത്രചിന്ത പറ്റുമോ? രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ? ഈ പറഞ്ഞ ഒരു ഇടപഴകലിന് ഒരു ഗ്ലോബൽ എന്താ പറയുക ദർശനമൊക്കെ ലഭിക്കാവുന്ന കുറവാ. തീരെ വിദേശത്ത് പോകാതിരുന്ന ആളുകൾ വരെ ഉണ്ട്. ഇനിയിപ്പോൾ വിദേശത്ത് മന്ത്രിയായിട്ട് പോകാൻ നിൽക്കല്ല വേണ്ടത്. സ്വന്തം ഒന്നാമത് ധാരാളം വായനയും അറിവും ഉണ്ടായാൽ ലോകത്തിൽ, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കാണിക്കുന്ന ഉത്സാഹം വിശ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കാണിക്കുന്ന വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അതെ. വിശ്വാമിത്ര മഹർഷി നമ്മൾ പറയും അല്ലേ? ബഹുമാനിക്കപ്പെടുന്ന മഹർഷിയാണ്. അയാൾ ലോകത്തിൻ്റെ ബന്ധുവാണെന്ന് അർത്ഥം. വിശ്വത്തിൻ്റെ മിത്രമാണ്. അതാരോഗ്യമില്ല. വിശ്വാമിത്രൻ ഏതോ ഒരു സന്യാസിയായിട്ട് നമ്മൾ കാണും. എവിടെ ഇങ്ങനെ മലയിൽ ഹിമാലയത്തിലിരിക്കുന്നത് വിശ്വമിത്രനാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വിശ്വത്തിൻ്റെ മിത്രനാണ്, മിത്രമാണ്. അപ്പോൾ അത് ഞാൻ പറയണത് എന്താ വെച്ചാൽ, അതവിടെ ഇരിക്കട്ടെ. നമ്മളെ ഈ രാഷ്ട്രീയക്കാർ, ഞാൻ എൻ്റെ പൊതു അഭിപ്രായം, രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ അറിവ് വേണമെന്നാണ്. അവർക്ക് ഒരു പിന്നെ ഔപചാരിക വിദ്യാഭ്യാസം വേണം. അവരൊക്കെ BA-ക്കാരാവണമെന്ന് ഞാൻ പറയില്ല. മനസ്സിലായി. കാരണം അതല്ല വിദ്യാഭ്യാസം. അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ വേണം. അങ്ങനത്തെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ധാരാളമുണ്ട്. ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, അഭിഭാഷകരുണ്ട്, ഒക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഒക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇത്ര വിദ്യാഭ്യാസം വേണമെന്നൊരു ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കാൻ പറ്റില്ല. നിശ്ചയിച്ചാൽ അത് അൺഡെമോക്രാറ്റിക് ആവും. തീർച്ചയായിട്ടും. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനവും. അത് ഭരണഘടന അംഗീകരിക്കുന്നില്ല. എങ്കിലും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഈ സർവേ ഫലങ്ങളെക്കുറിച്ചും അത് സത്യത്തിൽ സർവേ ഫലങ്ങളിൽ വളരെ അപൂർവ ശരിയാവാറുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തവണ പിന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഈ TVK തമിഴ്നാട്ടിൽ വന്നു. കേരളത്തിലിരുന്ന് നോക്കണോണ്ട് പിന്നെ നമുക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഇവിടെ ആയിരുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ ഇൻവോൾവഡ് ആയിരുന്നു. TVKയുടെ പാർട്ടി ജയിക്കുന്നു ഒരു സർവേ ഉണ്ടായിരുന്നു. അത് അന്നാരും ഇവിടെ വിശ്വസിച്ചില്ല. അതെ അതെ. അത് നടന്നല്ലോ. ബംഗാളിലെ BJPക്കുള്ളൊരു സാധ്യത മനസ്സിൽ കണ്ടിരുന്നു. അതൊരു വലിയൊരു പുതുമയില്ല. അവിടെ പിന്നെ വോട്ടിംഗ് ഒന്നുമല്ല. അത് 2ാം ലോക മഹായുദ്ധം നടത്തിയിട്ട് ഒരു സ്ത്രീക്കെതിരായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടി പോരാടിയാണ്. അപ്പോൾ ആ സ്ത്രീനെ ബഹുമാനിക്കാൻ അഖിലേഷ് യാദവ് അവിടെ പോയി. വാസ്തവത്തിൽ മമതാ ബാനർജിയുടെയും സ്റ്റാലിൻ്റെയും പരാജയം വളരെ വേദനാജനകമാണ്. അല്ല, മമതയൊക്കെ ഈച്ച് ആൻഡ് എവരി ബോഡി മൂവ്മെന്റിൽ വരെ അവരെ ഓരോ മമതയെ എതിർക്കാൻ നരേന്ദ്രമോദി, അമിത്ഷാ, എല്ലാ മുഖ്യമന്ത്രിമാരും, പട്ടാളം, പോലീസ്
ഇലക്ഷൻ കമ്മീഷൻ, മമത ഒഴിച്ച് ബാക്കി എല്ലാവരും മമതയ്ക്ക് എതിരായിട്ടാണ് മറ്റ് കക്ഷികളെല്ലാം, അവരെ പാർട്ടിയുള്ളവരൊഴിച്ച്, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു സ്ത്രീ, അതും ഒരു അശ്വമായിട്ടുള്ളൊരു സ്ത്രീയെ, തീർച്ചയായിട്ടും ഒരു യാതൊരു അഴിമതിയില്ലാത്തൊരു സ്ത്രീയെ, ഒരു ലളിത ജീവിതം നയിക്കുന്നൊരു സ്ത്രീയെ പരാജയപ്പെടുത്തിയത് വലിയൊരു വിജയമൊന്നുമല്ല. ഈ വിജയ് എന്ത് നിലപാടെടുക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സ്റ്റാലിൻ തുടരുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഈ സർവേ പലതും ഒന്നും ശരിയല്ല. ഇവിടുത്തെ സർവേ എല്ലാവരും കൂടി ഓരോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സർവേസ് ആയിരുന്നു. അതിൽ വി ഡി സതീശൻ പറഞ്ഞതാണ് 102 സീറ്റ് നന്നേ പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ പ്രവചനം നടത്തിയത് വി ഡി സതീശനായിരുന്നു. കൃത്യമായിട്ട് അയാൾ പറഞ്ഞ എല്ലാം ശരിയായി. ഭരണപക്ഷത്ത് നിന്ന് 1 ഡസൻ MLA-മാർ തോൽക്കും, അല്ല മന്ത്രിമാർ തോൽക്കും എന്ന് പറഞ്ഞത് വരെ അച്ചട്ടായി. അദ്ദേഹത്തെ പോലൊരു നേതാവിന് ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ അനുഭവമായ അദ്ദേഹത്തെ ഒന്ന് ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിൽ പറയുകയാണെങ്കിൽ അത് സാധിക്കുന്ന ഒരു വി ഡി സതീശൻ എങ്ങനെ രൂപപ്പെട്ടതാണ്, എന്താണ്? അത് പിന്നെ ബന്ധം കൊണ്ടാണ്, മനുഷ്യബന്ധം കൊണ്ടാണ്. അത് സതീശൻ്റെ അല്ല ആർക്കാണെങ്കിലും നമുക്കൊരു സമൂഹത്തെ സ്റ്റഡി ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വെറും മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് കാര്യമില്ല. സമൂഹത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാവും. സമൂഹം വേറൊരു ജീവിയാണ്, അതിനൊരു സാമൂഹികമായ ഒരു ആത്മാവുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് അണികളിൽ നിന്നാണോ അത് എടുക്കുക? അല്ല, അണികളിൽ നിന്നും പുറത്തുള്ള അണികൾ ഒരിക്കലും കാണാത്ത ഒരാളിൽ നിന്ന് വരെ പഠിക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു യാത്രയിൽ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞ ആളിരുന്ന് ചിലപ്പോൾ പുതിയ വിവരങ്ങൾ കിട്ടും. ചായ പിടിക്കാൻ കയറിയ സ്ഥലത്ത് നിന്ന് കിട്ടും, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കിട്ടും, ഒരു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും. അടുത്ത സീറ്റിൽ ഇരിക്കുന്നവനോട് സംസാരിച്ച് നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത നല്ല ഗ്രാൻഡ് ഐഡിയാസ് കിട്ടും. അതായത് വി ഡി സതീശൻ ഈസ് കീപ്പിംഗ് ഓൾ ദ ഗാതേർഡ് എന്താ പറയുക റിപ്പോർട്ട്സ് എന്നാണ്. കീപ്പിംഗ് ടച്ച് വിത്ത് എല്ലാ കാറ്റഗറിയിലും എല്ലാ മേഖലകളിലുള്ള മനുഷ്യരായി നിരന്തരമായി ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് സാധിക്കുന്നു. വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ വികസന സമീപനം എന്തായിരിക്കണം? അത് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ മുമ്പ് നിയമസഭകളിൽ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഒന്ന്, ഖജനാവ് കാലിയായിരിക്കുന്ന സമയത്ത്, അതെ, ഖജനാവ് കാലിയായത് അവിടെ ഇരിക്കട്ടെ, അതിന് സാമ്പത്തിക സമാഹരണം നടത്തണം. അതിനെന്താണ് നികുതി അല്ലാതെ വഴിയെന്നും ആളുകളെ ബുദ്ധിമുട്ടിക്കാതുള്ള വഴി എന്താണെന്നും ആലോചിക്കണം. ടൂറിസം പോലുള്ള മേഖല വികസിപ്പിക്കണം. ഹെൽത്ത് ടൂറിസം നടക്കും. ഉൽപാദനങ്ങൾ, അതായത് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന കുറേ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ലേ? ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ല, ഇപ്പം തന്നെ അങ്ങനെ ചില സംഗതികൾ MSME എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, കുറച്ച് കൺസെപ്റ്റ് നിലവിലുണ്ട്. MSME എന്ന് പറഞ്ഞ പപ്പടം മരത്തിൽ വരെ ഉണ്ട്. അതിൽ അത് ചെറിയ തരത്തിലുള്ള വ്യവസായങ്ങൾ, വലിയ വ്യവസായങ്ങൾ പല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത്. അത് ഗവൺമെന്റിന് നേരിട്ട് ഓരോ പ്രദേശത്ത് അങ്ങനത്തെ യൂണിറ്റുകൾ ഉണ്ടാക്കി ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്നതിനേക്കാളും പബ്ലിക്കിനെ, ജനങ്ങളെ ഏൽപ്പിക്കുക, സ്ത്രീകളെ ഏൽപ്പിക്കുക, ഒരു കാറ്റഗറി സ്വകാര്യ യൂണിറ്റുകൾ അവർ ചെയ്യുകയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒരു സംഗതി പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വീടുകളിലൊക്കെ പിന്നെ ഒരു പ്ലംബറെ റിപ്പയറിങ് ആവശ്യം വരും, ഒരു ഇലക്ട്രീഷ്യൻ്റെ റിപ്പയറിങ് ആവശ്യം വരും, ഒരു സോളാറിൻ്റെ റിപ്പയറിങ് ആവശ്യം വരും. നിങ്ങൾക്ക് ആര് കിട്ടും? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള സർവീസ് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ട് എപ്പോഴും പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള റിപ്പയറിങ്ങിന് തന്നെ ഒരു ഫോൺ ചെയ്താൽ ആൾ വീട്ടിലെത്തുന്ന ഓൺലൈൻ എപ്പോഴും ആഗ്രഹിച്ചുള്ള ഒരു സംഗതിയാണ്. അതിനുള്ള ആളുകളൊന്നും ഇല്ല. അതിപ്പോൾ ഈ യൂബർ ചെറിയ കാര്യങ്ങൾ, യൂബർ ടാക്സി സർവീസ് ഒക്കെ പോലെ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന അങ്ങനെയുള്ള ഒരു സംവിധാനം. ഇപ്പോൾ ആഹാരമൊക്കെ ഇപ്പോൾ വീട്ടിലെത്തുന്നുണ്ടല്ലോ, പല വ്യഞ്ജനങ്ങളൊക്കെ വീട്ടിലെത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു വലിയ കാറ്റഗറി ആളുകൾ ഇത് ഡെലിവറി ചെയ്യാൻ നടക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ. ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ആപ്പുകളും മറ്റും, ഗവൺമെന്റിന് അതായത് ഇതൊരു ലേബർ പൂളാണല്ലോ സാർ പറഞ്ഞത്, ഒരു ലേബർ പൂൾ സംവിധാനമാണ്. അങ്ങനത്തെ ആപ്പുകൾ രൂപീകരിച്ച് ഇവർ പുറത്തു പോകാതെ ഇവിടെ തന്നെ പുതിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ ചില, പക്ഷെ അതൊന്നും അതൊക്കെ ആളുകൾക്ക് തൊഴിലുണ്ടാക്കാൻ നല്ലതാണ്, വരുമാനം ഉണ്ടാക്കാൻ നല്ലതാണ്, ജീവിക്കാൻ നല്ലതാണ്. പക്ഷെ അതൊന്നും സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതകളിലേക്കൊന്നും ആവില്ല. അതിന് വൻതോതിലുള്ള പദ്ധതികൾ ആരംഭിക്കണം. ടൂറിസം ഡെവലപ്മെൻറ്റ് മാതിരിയുള്ള പദ്ധതികൾ, പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസം. അല്ല, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വീണ്ടും പണം കണ്ടെത്തണ്ടേ ഗവൺമെൻറ്? അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും നമുക്ക്. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പശ്ചാത്തല സൗകര്യങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ കിട്ടും. എന്താണ് ഒരു പൊതുവായിട്ട് ജനറലൈസ് ചെയ്ത് പറയാണ്, വിനോദസഞ്ചാര വികസനം വരുമാനത്തിനുള്ളൊരു നല്ല മാർഗമാണ്. മറ്റു മേഖലകൾ ഏതൊക്കെയാണ്? ഹെൽത്ത് ടൂറിസം അതിനുള്ള നല്ലൊരു മാർഗമാണ്.
ഇങ്ങനെയുള്ള കുറേ മേഖലകൾ. ഇപ്പോൾ പിന്നെ വ്യവസായത്തിൽ പ്രത്യേകിച്ച് AI, ഈ പറഞ്ഞ ടെക്നോളജി, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സംരംഭങ്ങൾ അതിനാവശ്യമാണ്. പിന്നെ കാർഷിക മേഖലയിൽ ചില പ്രത്യേക പദ്ധതികളൊക്കെ നടപ്പിലാക്കാവുന്നതാണ്. ഇങ്ങനെ വരുമാനം ഉണ്ടാകുന്ന ഇങ്ങനെ കുറേ പദ്ധതികൾ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ടല്ലോ കൺവെൻഷനിലായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഹരി പറഞ്ഞ ഇതേമാതിരിയുള്ള സംഗതികൾ ഗവൺമെൻറ് അന്വേഷിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ജനങ്ങൾ അതാത് സമയത്ത് സ്വയം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കേരളം മുഴുവൻ വണ്ടിയിട്ട് പോയി നോക്ക്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ എല്ലായിടത്തും ചായക്കടകളാണ്, കുഞ്ഞു കുഞ്ഞു ചായക്കടകൾ. ആരെങ്കിലും പറഞ്ഞിട്ടാ? ഒരാൾക്കൊരു ഐഡിയ തോന്നി, എല്ലാവർക്കും ഐഡിയ തോന്നി. എല്ലായിടത്തും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കടകളിൽ നല്ല ചായയും അതിനാവശ്യമായിട്ടുള്ള അതിൻ്റെയൊക്കെ ഹെൽത്ത് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള പലഹാരങ്ങളും വിറ്റിട്ട് ഭയങ്കരമായിട്ട് ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയോ തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് കുറേ ആളുകൾ അങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ ആളുകൾക്ക് പിന്നെ എല്ലാം ഗവൺമെൻറ് കൊടുക്കണം എന്നില്ല ശരിക്കും. ഇനി സാമൂഹ്യമായ വെല്ലുവിളി എന്തായിരിക്കും? അതായത് വർഗീയത, അതല്ലെങ്കിൽ ഈ എന്താ പറയുക വിഭിന്നത. അല്ല, ഈ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും സെക്കുലറാണ്. ഒരു മതത്തെ ഉപയോഗിച്ച് മറ്റൊരു മതത്തെ ദ്രോഹിക്ക്, ഒന്നിനെ ചെറുതാക്കി ഒന്നിനെ വലുതാക്കി ഒന്നും ചെയ്യാൻ ഈ ഗവൺമെൻറ് പോകുന്നില്ല. ട്രൂ സെക്കുലർ സ്റ്റേറ്റാണ് UDF വിഭാവനം ചെയ്യുന്നത്, യാതൊരു സംശയവുമില്ല. ഓക്കെ, അത് എല്ലാവർക്കും അവരർഹതപ്പെട്ട രീതിയിൽ ഉള്ള പിന്തുണ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ. പിന്നെ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തെ ഇകഴ്ത്തി കാണിക്കലല്ല തൻ്റെ മതത്തെ സംരക്ഷിക്കാനുള്ള മാർഗം. രാഷ്ട്രീയ രംഗത്തും അതുപോലുള്ള സൗഹാർദ്ദം ആവശ്യമാണെന്ന് ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞു. മതസൗഹാർദ്ദം പോലെ രാഷ്ട്രീയ സൗഹാർദ്ദം വേണം. മനുഷ്യരെ ഒരു ഭരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് നിന്ന് കഴിയുന്നതും അവനവൻ്റെ രാഷ്ട്രീയം ശക്തമായിട്ട് വേറെ കൊണ്ടു നടക്കാം, അത് വേറെ കാര്യം. അപ്പോൾ ഒരു മതത്തെ ഇകഴ്ത്തിയിട്ട് തൻ്റെ മതം നല്ലതാണെന്ന് പറയലല്ല, അവനവൻ്റെ മതം. അതോടൊപ്പം തന്നെ ഒരു മതത്തോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് ഓവറായിട്ട് മറ്റൊരു മതത്തിൻ്റെ അനുകരണങ്ങളിലേക്ക് പോകുന്ന ചില, അതും പാടില്ലാത്തതാണ്. അങ്ങനത്തെ ചില സീനുകളൊക്കെ ചിലപ്പോൾ കാണാറില്ലേ? അതാണിപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ തന്നെ ഉദാഹരണമാണ്. ഹരിഗോവിന്ദൻ പിന്നെ മതപരമായി നല്ലൊരു ഹിന്ദു മത വിശ്വാസിയാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഞാനതിൽ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിൽ മെമ്പറാണ്. ആ പേരിൻ്റെ കൂടെ ഈ മുസ്ലിം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിതിങ്ങനെ ആവർത്തിക്കുന്നത്. അത് ഏതൊരു രാഷ്ട്രീയ കക്ഷിയെയും പോലെ മികച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്ന് വെച്ചാൽ ഈ എല്ലാ താരതമ്യേന മറ്റ് രാഷ്ട്രീയ കക്ഷികളെക്കാൾ അച്ചടക്കമുള്ളതും നല്ല ലീഡർഷിപ്പുള്ളതും ബഹുജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതും എല്ലാ വിഭാഗങ്ങളെയും സഹായിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിൽ നിങ്ങൾ അംഗമായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നെ എറണാകുളത്ത് നിന്ന് വളരെ പ്രായമുള്ളൊരു വക്കീൽ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതനുണ്ട്, പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം എന്നെ വിളിച്ചൊരുക്കെ ചോദിച്ചിരുന്നു, അടുത്താണ്, എന്നെ വിളിച്ച് ചോദിച്ചു, ഖാദർ സാഹിബേ, പിന്നെ വേറൊരു മതസ്ഥനായ ഞാൻ മുസ്ലിം ലീഗിൽ വന്നാൽ എൻ്റെ മതപരമായ നിബന്ധനകൾ പാലിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? അപ്പോൾ ആ ഭാവം എത്രയോ സീനിയർ ലോയറാണ്, ധരിച്ചു വെച്ചിട്ടുള്ള അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ ചേർന്നാൽ ഉണ്ടാവും, മുസ്ലിം ലീഗിൽ ചേർന്നാൽ ഉണ്ടാവില്ല. അപ്പോൾ ആ മതത്തിൻ്റെ ആരാധനയും രണ്ട് മതത്തിൻ്റെ കൂടെ കൊണ്ടിടാൻ പറ്റില്ല ഈ മുസ്ലിം ലീഗിൽ. അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ ആദ്യം കേൾക്കാത്ര. അങ്ങനെ അയാൾ ധരിച്ചുള്ള ഇതിന് ചേർന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് തരത്തിൽ. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിലുണ്ട് 18 വയസ്സായ ഏതൊരു ഇന്ത്യക്കാരനും അല്ല. അല്ല, ഞാനത് വളരെ ശ്രദ്ധിച്ചു. നമ്മൾ ഒരുമിച്ചാണ് തോന്നുന്നു മറ്റേ ഫോം പൂരിപ്പിക്കുന്നത്. അതിൽ ഒരിടത്ത് പോലും നിങ്ങളുടെ മതം ചോദിക്കുന്നില്ല. ഞാനാണ് നിങ്ങൾക്ക് ആ ഫോം വാങ്ങി. അതെ സാറാണല്ലോ തന്നത്. എന്റെ മുമ്പിൽ വെച്ച് നിങ്ങളാണ് പൂരിപ്പിച്ചത്. അതെ ആളുകളിൽ ഇങ്ങനെ ഞാനാണത് പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കൊണ്ടുകൊടുത്തത്. അതെ ആ ആളുകളെങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു മതം ആണ് പ്രധാനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും? ഉറപ്പല്ലേ, അത് കമ്മ്യൂണലായിട്ടൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബുദ്ധിമുട്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, കേന്ദ്രം ഇവർ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ളത് എന്താ വെച്ചാൽ, പൊളിറ്റിക്കൽ മെജോറിറ്റി ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ മെജോറിറ്റി എന്നുള്ളതാണ്. അംബേദ്കർ അതിനെപ്പറ്റി ആദ്യ സൂചന നൽകിയിരുന്ന ആളാണ്, ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ ആൾ ജയിച്ചു, അവർക്ക് കിട്ടിയ മെജോറിറ്റിയെ നമ്മൾ പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നാണ് പറയുക. കാരണം എന്താ,
നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് നേടിയതാണത്. അതെ. ആ പൊളിറ്റിക്കൽ മജോറിറ്റി കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഈ ഗവൺമെൻറ്റും ആ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കമ്മ്യൂണൽ മെജോറിറ്റി ആക്കിയത് മാറ്റി. വോട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക മതസ്ഥർ ആയിരിക്കണം. അപ്പോൾ ഈ അവർക്ക് കിട്ടുന്ന മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റിയാണ്. രാഷ്ട്രീയത്തിൽ ഡെമോക്രസിയിൽ ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് വേണ്ടത്. അപ്പോൾ പൊളിറ്റിക്കൽ മെജോറിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മറ്റേത് വെച്ചിട്ട് കമ്മ്യൂണൽ മെജോറിറ്റി. അതൊരു മോസ്റ്റ് ഡേഞ്ചറസ് സംഗതി. എന്തായത് ഡേഞ്ചറസ് ആകാൻ കാരണം, പൊളിറ്റിക്കൽ മെജോറിറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറും, അല്ലെങ്കിൽ മാറിയേക്കാം. രാഷ്ട്രീയത്തിനനുസരിച്ച് ഇങ്ങനെ അത് ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ്. കമ്മ്യൂണൽ മെജോറിറ്റി മാറില്ല, സ്റ്റാറ്റിക്കാണ്. ഇത് ലോക ചരിത്രത്തിൽ ഇതുപോലത്തെ ഉദാഹരണങ്ങളുണ്ടോ? അതുമാതിരിയുള്ള ഉദാഹരണങ്ങൾ ഇപ്പോൾ ഫാഷിസ്റ്റ് കക്ഷികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നല്ലോ. ജൂതന്മാരെയൊക്കെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് വാസ്തവത്തിൽ മുസ്ലിങ്ങളൊന്നും ജൂതന്മാരെ ദ്രോഹിച്ചിട്ടില്ലല്ലോ. ആരാ ദ്രോഹിച്ചത്? ഹിറ്റ്ലർ 60 ലക്ഷം ആളെ കൊന്നു, നെപ്പോളിയൻ 5 ലക്ഷം ആളെ കൊന്നു. ജൂതന്മാരെ 60 ലക്ഷം 5 ലക്ഷം, ഫെർഡിനാൻഡ് ഇസബെല്ല എന്ന് പറയുന്ന സ്പാനിഷ് ക്രൂരൻ 2 ലക്ഷം ആളെ കൊന്നു. പിന്നെ എത്ര ആളുകളെയാണ് അങ്ങനെ കൊന്നിട്ടുള്ളത്? അപ്പോൾ ഈ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കിയതും ഒരു മതത്തിൻ്റെ ഒരു മതവിഭാഗത്തെ മാത്രം ഉന്മൂലനം ചെയ്തതൊക്കെ ഫാസിസ്റ്റുകളാണ് അധികവും. അപ്പോൾ അതൊരു ശരിയായ ഭരണത്തിലിരിക്കൽ മാത്രമാണല്ലോ ലക്ഷ്യം. അതാണ് ഈ കാലക്കേടുള്ള കാലം എന്ന ആളുകൾക്ക് തോന്നുന്നൊരു കാലം ഭരണമില്ലാത്ത കാലമായിട്ടാണ് പാർട്ടികൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭരണമില്ലാത്ത കാലത്താണ് ഏറ്റവും ശക്തമായി സാന്നിധ്യം സമൂഹത്തിൽ അറിയിച്ചു കൊണ്ടിരുന്നത്. അത് നേരത്തെ പറഞ്ഞ നേതൃത്വം വളരെ നേരത്തെ ഭാവന ചെയ്തു വെച്ച ഏതെങ്കിലും? അതല്ല, ഞങ്ങൾക്ക് അതിന് കൂടുതൽ സമയം നമുക്ക് കിട്ടും. ഭരണം ഇല്ലാത്ത സന്ദർഭത്തിൽ ഒരുപാട് ജോലികൾ കുറഞ്ഞു കിട്ടുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിന് ഇഷ്ടം പോലെ സമയം കിട്ടും. നമ്മൾ ഭരണം ഇല്ലെങ്കിൽ നമ്മളെ സമ്പത്ത് പോയിട്ടില്ല, ഏത് ജനസമ്പത്ത് പോയിട്ടില്ല. നമ്മുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി അവിടെ ഉണ്ട്, പബ്ലിക്കുണ്ട്, മെമ്പർമാരുണ്ട്, അനുഭാവികളുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ പാർട്ടിയിൽ ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ച് നിൽക്കുകയാണ്. ഞങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നിൽക്കണ അണികളാണുള്ളത്. ഇത്രയും സ്നേഹസമ്പന്നരായ മനുഷ്യരെ അനുയായികളായിട്ടുള്ളൊരു പാർട്ടി വരില്ല. തീർച്ചയായിട്ടും ഒരു സ്വാർത്ഥതയില്ലാതെ. നമുക്ക് മന്ത്രിമാരുടെ എണ്ണം കുറവായിരിക്കും, MLA കുറവായിരിക്കും, MP കുറവായിരിക്കും. പക്ഷേ നമ്മൾ മുസ്ലിം ലീഗിലുള്ള മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും 99.9% ആളുകൾക്ക് ഒന്നും വേണ്ട. അഡ്വക്കേറ്റ് KN ഖാദർ ജീവിതം എഴുതി എന്ന് പറയാൻ പൂർണ്ണമായിട്ടും കഴിയില്ല. കാരണം അങ്ങ് പറയുന്നുണ്ട് ചിലതൊന്നും എഴുതാതിരിക്കലാണ് ആത്മകഥ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പുസ്തകം ഇറക്കുന്നത് ഭരണമില്ലാത്തൊരു കാലത്താണ്. അങ്ങേക്ക് കൂടുതൽ സമയം കിട്ടിയത് കൊണ്ടാണോ അതോ എന്തായിരുന്നു അതിന് പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം? അതെ, ഈ ഏത് സമയം വേണമെങ്കിലും പ്രയോജനപ്പെടുത്തുക. ഈ പാർട്ടി പറഞ്ഞ മാതിരി നമുക്ക് ഭരണം ഇല്ലാത്ത സന്ദർഭത്തിൽ ഭരണമുള്ള സമയത്താണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടേ? ഒരു ബസ് മറിഞ്ഞു പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടേ? നമ്മളൊരു പയ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്ന അങ്ങോട്ട് പോകണ്ടേ? ആ അർത്ഥത്തിൽ ഭരണമില്ലാത്ത സമയത്ത് ഏറ്റവും ക്രിയേറ്റീവായ ഒരു സമയം ഉപയോഗപ്പെടുത്തിയ ഒരാള് അതിലും ഭരണത്തിലും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക. ഈ മരണം ഇതൊന്നും അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ധാരാളം ഉണ്ടാവുമല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ ക്രിയേറ്റിവിറ്റി വേണം. അത് ഈ വഴിക്ക് തിരിച്ചു വിടുന്നു മാത്രം. കൂടുതൽ വായിക്കാൻ കഴിയുന്നത് വായനയൊക്കെ ഒരു വലിയ സംഭവമല്ലേ. ഈ തീർച്ചയായിട്ടും ധാരാളം വായിക്കാൻ സമയം കിട്ടുമല്ലോ. ഞാൻ നേരത്തെ മുതലേ വായനയിൽ ചെറിയ താല്പര്യമുള്ള ആളാണ്. അതെനിക്കെപ്പോഴും സന്തോഷവും സമാധാനവും. മാത്രമല്ല ആ പുസ്തകം അതിഗംഭീരമായി പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്തു. ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. അതിൻ്റെ അവസാനം അങ്ങ് പറയുന്ന എങ്കിലും ഞാൻ തൃപ്തനാണ് എന്നൊരു വാചകം പറയുന്നുണ്ട്. എങ്കിലും വരാനുള്ള എന്താണ് കാരണം? അല്ല, പൂർണ്ണമായ സംതൃപ്തി ഒരു മനുഷ്യനില്ലല്ലോ, പൂർണ്ണത ഇല്ലല്ലോ. പൂർണ്ണത കാരണവാസത്തിൽ മരണമാണ്. അതെ, അപൂർണനാണ് എപ്പോഴും. നമ്മൾ ട്രെൻഡിങ് ആ ഒരു പൂർണ്ണതയിലേക്ക് പോകാനുള്ള ആ ഒരു അഭിനിവേശമാണ് ജീവിതം എന്ന് പറഞ്ഞത്. ചൈതന്യം അതാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണത തേടുകയാണ്, എല്ലാത്തിലും പൂർണ്ണത തേടുകയാണ്, അസാധ്യമായിട്ടുള്ള ഒന്ന് തേടുകയാണ് അല്ലേ? അതാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ അതാണ് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണവസിച്ചത്. അതിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട് എന്ത് എഴുതരുത് എന്ന ശ്രദ്ധ കൂടിയാണ് ആത്മകഥ എന്ന്. അതിൻ്റെ പ്രകാശന ചടങ്ങിൽ അങ്ങയുടെ പ്രഭാഷണം ചാപ്റ്റർ 4 ചാനലിൽ തന്നെയാണ് ഞാനത് കണ്ടത്.
അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഒരു രണ്ടിരട്ടി പറയാനുള്ള 2 പുസ്തകം എഴുതാനുള്ള കാര്യങ്ങൾ അങ്ങ് അത് എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ. നമ്മളെ എഴുതുമ്പോൾ ഒരാളിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതി പറയും പോലല്ല. അതെ അതെ, പറഞ്ഞാൽ മാറ്റി പറയാൻ എനിക്ക് അതെ അതെ, നിങ്ങളടുത്ത് പറയാം. അതായത് ആ നേരം വികാരഭരിതനായി പറയാം സോറി ഇട്ടോ, ഇത് സോറി പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് റെക്കോർഡഡ് പബ്ലിഷ്ഡ്. അത് ഞാനൊരിക്കലും എഴുതി എന്നുള്ളതും പലതവണ അത് വായിച്ചു നോക്കി എന്നുള്ളതും ടൈപ്പ് ചെയ്തതും പ്രൂഫ് നോക്കിയതും എല്ലാം കഴിഞ്ഞ സാധനമാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കണം പരമാവധി. തീർച്ചയായിട്ടും. ഈ അഭിമുഖം കാണുന്ന ആളുകൾക്ക് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ ചെറിയ കൗതുകം ഉണ്ടാവും. പുസ്തകത്തിലൊക്കെ ഉണ്ടാവും. ഭാര്യ പറയാം, ഉമ്മ വാപ്പയൊക്കെ പറഞ്ഞല്ലോ. പറഞ്ഞു വാപ്പ യൂണിവേഴ്സിറ്റിയിലായിരുന്നു, അധ്യാപകനായിരുന്നു, ഒരു ആയുർവേദ ഫിസിഷ്യനായിരുന്നു. അതുപോലെ ഉമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ഐഷ ഏലച്ചോല എന്ന് പറയും, ഇവിടെ മങ്ങാട്ടുപോലാണ് വീട്. ഞാൻ വിവാഹം കഴിച്ചത് സാബിറ പൂവഞ്ചേരി. അവർ അരീക്കോട് പൂവഞ്ചേരിക്കാരുണ്ട്, അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. അവൾ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കല്യാണം കഴിക്കുമ്പോൾ. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഫാറൂഖ് കോളേജിൽ. അവിടെ നിന്ന് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് BEd കൊടുത്ത് പിന്നെ മലപ്പുറത്ത് ഇവിടെ തന്നെയുള്ള ഒരു ഹൈസ്കൂളിൽ ഗണിത അധ്യാപികയായിരുന്നു. പിന്നെ എനിക്ക് മക്കൾ 5 പേരുണ്ട്. അതിൽ 4 പുരുഷന്മാരും ഒരു പെണ്ണുമാണ്. മൂത്ത മകൻ ഇംതിയാസ്. അവൻ ഇവിടെയൊക്കെ പഠിച്ച് മലപ്പുറത്തൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നെ ലോ അക്കാഡമി ലോ കോളേജിൽ നിന്ന് LLB പാസ്സായി. പിന്നെ കുറച്ച് കാലം ഇവിടെ മഞ്ചേരി പ്രാക്ടീസ് ചെയ്തു, പിന്നെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ അവൻ പിന്നെ MA യൂസഫ് അലിയുടെ ഏതാണ്ട് ഒരു 10-18 വർഷമായി MA യൂസഫ് അലിയുടെ ഹെഡ് ഓഫീസിൽ ലീഗൽ അഡ്വൈസറാണ്, സീനിയർ ലീഗൽ കൗൺസിലാണ്. അവൻ്റെ അനുജൻ നസീഫ്, അവന് ഇവിടെ എല്ലാവരും ഈ ബാക്കി 4 പേരും പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് മലപ്പുറത്ത്. അത് കഴിഞ്ഞ് നസീഫ് പിന്നെ IAS ഏട്ടൻ്റെ മകൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, നന്ദു എന്ന് പറഞ്ഞ. നന്ദു ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അവൻ പറയണ്ടായി ഞാൻ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ. നസീഫ് ഉൾപ്പെടെ ബാക്കി 4 പേരും സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ഇംതിയാസ് സെൻട്രൽ സ്കൂളിൽ പഠിക്കാതിരിക്കാൻ കാരണം അന്ന് മലപ്പുറത്ത് സെൻട്രൽ സ്കൂളില്ല. ഏറ്റവും മൂത്ത അതിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ഇവൻ അവിടെ പഠിച്ചതിന് ശേഷം പിന്നെ ചിറ്റിലപ്പള്ളി IES പഠിച്ചിരുന്നു. അതിനുശേഷം പിന്നെ പരിയാരം മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അങ്ങനെ MBBS MS ആണ്, ജനറൽ സർജനാണ്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പിന്നെ 3ാമത്തെ മകൻ അഹമ്മദ് സയാൻ, അവന് ഛത്തീസ്ഗഡിലാണ്. അവനും സെൻട്രൽ സ്കൂളിൽ പഠിച്ചതിന് ശേഷം ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബാംഗ്ലൂർ BCom പാസ്സായി. പിന്നെ ലണ്ടനിൽ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി പോയിട്ട് MBA പാസ്സായി. ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് പാസ്സായി. 5-8 വർഷക്കാലം റാസൽ കൈമയിലായിരുന്നു, അവിടെ ഒരു മാനേജറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവൻ്റെ വൈഫും ഫാമിലിയും ഒക്കെ കൂടി അവർ ഛത്തീസ്ഗഡിലാണ്, ഭിലായ്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഉണ്ട് അവർ നടത്തുന്നത്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് അവരെ സഹായിക്കുകയാണ്. കാരണം അവർക്ക് വേറെ ആൺകുട്ടികളില്ല, 2 പെണ്ണ് മാത്രമാണ്. അപ്പോൾ അയാളുടെ ഭാര്യ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായ മോളാണ്. അവർക്ക് ശരിക്കും ഒറിജിനലി ചാലിയത്തുകാരാണ്. 4ാമത്തെ മകൻ മുഹമ്മദ് ജവഹർ. അവന് ജവഹർ എന്നൊക്കെ പേരിട്ടത് നവംബർ 14 അവൻ്റെ ബർത്ത്ഡേ. ശരി, നെഹ്റുവിനെ ഓർമ്മിച്ചിട്ടതാണ്. അപ്പോൾ നമ്മൾ സെക്കുലറാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നെഹ്റുവിയൻ സെക്കുലർ, ഗാന്ധി നെഹ്റുവാണ്. പിന്നത്തൊക്കെ സാരില്ല, ഇമ്പോർട്ടൻ്റ് അതാണ് പൊളിറ്റിക്കലി. അപ്പം അവന് പിന്നെ ഇവിടുന്ന് സെൻട്രൽ സ്കൂളിലൊക്കെ പഠിച്ചതിന് ശേഷം ബാംഗ്ലൂർ ഓക്സ്ഫോർഡ് കോളേജോ ഇതൊരു കോളേജുണ്ട്, അവിടെ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി, സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം ബിസിനസ് നടത്തുകയാണ്. അവനും എൻ്റെ മകളെ ഭർത്താവും കൂടി ചേർന്ന് ഹോട്ടൽ വ്യവസായം ഉണ്ട് അവർക്ക്. അത് തിരുനെൽവേലി, വർക്കല ഒക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ. അവിടെയാണ്. അവൻ്റെ ഭാര്യയും ഡോക്ടറാണ്. അവളിപ്പോൾ റെസിഡൻസി കഴിഞ്ഞ് ഡോക്ടറായി. എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ 4 ഡോക്ടേഴ്സ് ഉണ്ടോ? 4 ഡോക്ടേഴ്സ് ഉണ്ട്. 3 മരുമക്കളും 1 മകനും ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആണ് പെണ്ണ് ഐഷ ഫെമിൻ. അവൾ
പിന്നെ അവിടെ കേന്ദ്രീയ വിദ്യാലയത്തൊക്കെ പഠിച്ച് കഴിഞ്ഞ് പിന്നെ SRM യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ അവളവിടെ ഈ ആർക്കിടെക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസൈൻ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു കോഴ്സ് പാസ്സായതാണ്. ഷി ഹാസ് ബീൻ മാരീഡ് ടു കൊല്ലം. കൊല്ലത്ത് റഫീഖ് അബ്ദുസലാം എന്ന് പറഞ്ഞ ഒരു അല്ലല്ല റഫീഖ്, അവനവിടെ ബിസിനസ്സാണ് അവരുടെ ഫാമിലിക്ക്. അറഫ ഗോൾഡ് എന്നൊക്കെ പറയും. ജ്വല്ലറിയും ദൂരിൽ ഹോട്ടൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനാണ് കല്യാണം കഴിച്ച്. അവൾ അവിടെ ജോലി ചെയ്തിരുന്നു, ഒരു ഡിസൈൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള 5 മക്കളുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും കൂടി സംഗമിക്കുന്ന സന്ദർഭം, പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഏതാണ്? വളരെ റെയറാണ്. വർഷത്തിലൊരിക്കലേ ഇംതിയാസ് വരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ വരും. ഇപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ ഉള്ളൊരു ഫാമിലി ആയതുകൊണ്ട് അവരൊക്കെ തരുന്ന ഫീഡ്ബാക്കുകളൊക്കെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവർക്കൊക്കെ നേരനുഭവങ്ങളും മറ്റു വെച്ചാൽ ആരോഗ്യരംഗത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പലപ്പോഴും കിട്ടുമല്ലോ. ഇതൊക്കെ അങ്ങേക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടാറുണ്ട് ഈ ഫീഡ്ബാക്കുകളൊക്കെ? മക്കൾ തന്നെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ മെഡിക്കൽ അങ്ങനെ സംസാരിക്കും, എല്ലാ കാര്യങ്ങളും സംസാരിക്കും മക്കൾ. അത് തന്നെ വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെ. വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. മക്കളും മരുമക്കളും ഒന്നും വ്യത്യാസമില്ല. കളി തമാശകളൊക്കെ ആയിട്ട് അങ്ങനെ. ഓക്കെ. ഇപ്പോൾ പേരക്കുട്ടികളൊക്കെ ആയിട്ട് പേരക്കുട്ടികളായിട്ട് 6 പേരക്കുട്ടികളായിപ്പോൾ. ഓക്കെ ഓക്കെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാംസ്കാരിക രംഗത്ത് ഉള്ള ഇടപെടലിൻ്റെ സാധ്യതകളും നിലവിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഇനിയുള്ള സാധ്യതകളെയും കുറിച്ച് അങ്ങ് എന്തൊരു ചിത്രമാണ് കാണുന്നത്? ഇത് പൊതുവേ ഈ കേരളത്തിലെ ഈ സാംസ്കാരിക മേഖലയിൽ അധികം ഇടതുപക്ഷ സ്വാധീനമാണുള്ളത്, സത്യം പറയാലോ. അപ്പോൾ ഈ സാധാരണ എഴുത്തുകാർ, കലാകാരന്മാർ അതൊരു ട്രഡീഷണലായിട്ട് അങ്ങനെ വന്നതാണ്. അവരുടെ കോൺഗ്രസ് പക്ഷത്തും മുസ്ലിം ലീഗിൻ്റെ പക്ഷത്തും പൊതുവെ UDF പക്ഷത്ത് ധാരാളം സാഹിത്യകാരന്മാരും എഴുത്തുകാരും കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരാണ് അതിൻ്റെ ഒരു മൊണോപ്പൊളിയായിട്ട് നടന്നിരുന്നത്. അതൊക്കെ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചത് KPSC ആണ്. അപ്പോൾ കായംകുളം പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. അപ്പോൾ KPSCയുടെ നാടകങ്ങളിലൂടെ അവരൊരുപാട് മെസ്സേജസ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അങ്ങനെയുള്ള ഒരുപാട് വലിയ നാടകങ്ങളിലൂടെ കലാപരിപാടികളിലൂടെയൊക്കെ. അത് അന്നത്തെ അതിൻ്റെ ഒരു യുവത്വമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. അന്ന് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ട്രഡീഷണൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പക്ഷത്താണ്. പുകസമാരികളുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചു. എന്നാൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലൊക്കെ ഉൾപ്പെടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിലെല്ലാം അനുയോജ്യമാണ്. പക്ഷേ ഈ 2 പാർട്ടികളും ആ രംഗത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തില്ല. ഐ എം ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് അവർക്ക് സാംസ്കാരിക സംഘടനയൊക്കെ ലീഗിനുണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് കാര്യക്ഷമമായിട്ടുള്ളൊരു പ്രവർത്തനം അന്ന് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ സാധ്യതകളുണ്ട് ഇടപെടാൻ കഴിയും? ധാരാളം സാധ്യതകളുണ്ട് അതിൽ. അപ്പോൾ അതിൽ സാംസ്കാരിക മേഖലയിലൊരു നല്ല, ഇപ്പോൾ നിലവിലൊരു സംഘടനയുണ്ട്. പക്ഷേ ആ സംഘടന ഒന്നും കൂടി മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയ സംഘടന ആരംഭിക്കുകയോ ചെയ്യണത് പാർട്ടി ലീഡർഷിപ്പിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി കൂടുതൽ മികച്ച ഒരു സാംസ്കാരിക വേദി എല്ലാ വിഭാഗം കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ഉൾപ്പെടുത്തി ഉണ്ടാക്കുകയും പ്രവർത്തിപ്പിക്കുകയും വേണമെന്നുള്ളത് കൂടുതൽ ഇപ്പോൾ പാർട്ടി അവെയറായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അരിക്കൊക്കെ നല്ലൊരു കോൺട്രിബ്യൂഷൻ. അങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട്, ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ തങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാബ്ദങ്ങൾ അതിൽ വളരെ താല്പര്യമാണ്. കാരണം അദ്ദേഹം ഒരു പാട്ടുകാരനും കൂടിയാണല്ലോ. അതെ അതെ, അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അവർ. പിന്നെ ഈ മലബാറിൻ്റെ നമ്മളെ ഒരു പ്രത്യേകത, അണികളുടെ ഒരു പ്രത്യേകത, അധികവും ഈ മലബാറിൽ കല എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് ഓറിയൻറ്റഡാണ് കൂടുതൽ. ഇങ്ങനെയുള്ള മാപ്പിളക്കലകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഉള്ളത്. ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ പൊതുവേ സിനിമയിലും വേറെ രംഗത്തേക്കൊക്കെ പോകുമ്പോൾ അതിന് വലിയ ആസ്വാദകരെ ധാരാളം കിട്ടാറുണ്ട്. ഇപ്പോൾ ഭാസ്കരനെ പോലുള്ള ഒരാൾ, P. ഭാസ്കരൻ സാറൊക്കെ ഈ കലകളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അപ്പം സംഗീതത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ അതിനുള്ള സാധ്യതകളുണ്ട്. സാഹിത്യകാരന്മാരുണ്ട്, അഭിനേതാക്കളുണ്ട്, പിന്നെ നൃത്തം ചെയ്യുന്നവരുണ്ട്. എന്തിന് ഈ കഥകളിയൊക്കെ അറിയുന്നവരും കഥകളി പദങ്ങൾ പാടുന്നവരുമായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ എഴുത്തുകാർ ഇഷ്ടം പോലുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്കൊരു സംഘടന ഒന്നും കൂടി സജീവമാക്കി കൊണ്ടുപോകണം. കാരണം അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ നമ്മുടെ മലബാർ മേഖലയിലുള്ള കലാരൂപങ്ങൾ ക്ലാസിക്കൽ കലകളോട് കിടപിടിക്കാൻ
അത്ര പോരാ എന്ന ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് അതിൻ്റെ പ്രയോക്താക്കൾക്ക് തന്നെ ഉണ്ടോ എന്നൊരു സംശയം എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, അത് പരമ്പരാഗതമായി നാട്ടിൽ നടന്ന പ്രചരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് അങ്ങനെ ആയിത്തീരുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർ പിന്നാക്കമായത് എന്ന് ചോദിക്കുന്ന പോലുള്ളൊരു ചോദ്യമാണത്. അതെ, അതിനൊക്കെ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതിന് ചിലരുടെ ബോധപൂർവമായ ദളിത് കലകളോടും ഈ പറഞ്ഞ സമീപനമുണ്ട്. ഇതിനേക്കാൾ മോശമായ ഇസ്ലാമിക കലകളോട് മാത്രമല്ല, ഇതിനേക്കാൾ മോശമായ സമീപനമാണ് അവരോട് സ്വീകരിക്കുന്നത്. അതെ അതെ അതെ. ദളിതന് വേണ്ടി പ്രസംഗിക്കുന്നത് പോലും ഇപ്പോൾ മോശമാണെന്ന് കരുതുന്ന ഇത്ര ആൾക്കാർ അടിക്കുറിപ്പ് എഴുതുന്നത് കണ്ടിട്ടില്ല. അതിൽ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ടല്ലോ. അതെ അതെ. അല്ല, വേടൻ ഒരു കവി എന്നുള്ള നിലയ്ക്ക് അയാളോട് എടുത്ത സമീപനങ്ങളൊക്കെ അത്രയും മോശപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പാർട്ടിയുടെ ഫ്രാക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക സംഘടനയെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. അതിൽ കവിഞ്ഞ് സർക്കാർ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന കുറേ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ലീഗ് സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇനിയുള്ള കാലത്ത് ഇടപെട്ടിട്ടില്ല. കുറേ കാലം ഇടപെട്ടിട്ടില്ല. ഇടപെടാനാണ് പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതെന്തായാലും ഉണ്ടാവും. അപ്പം നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, പകരം എനിക്കറിയാവുന്ന 2 വരികൾ പാടിയിട്ട് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാട്ടൊഴുകുന്നു പുഴയഴുകുന്നു പാട്ടോളം പുഴയൊഴുകീല, പാടിപ്പാടിയൊഴുക്കും നമ്മൾ പാട്ടായി മാറും പുഴയോരം, പാണകുലത്തെ മറന്നോ നാം, പുള്ളുവ വീണ മറന്നോ നാം, മാപ്പിള പാടിയ പാട്ടുകളെന്തേ പാട്ടായി തോന്നുകയില്ലെന്നോ, ചോദ്യം ചെയ്തവരെയ്തു പാട്ടുകൾ മണ്ണിനെ നെയ്തവരെയ്തു പാട്ടുകൾ, ചോദ്യം ചെയ്തവരെയ്തു പാട്ടുകൾ മണ്ണിനെ നെയ്തവരെയ്തു പാട്ടുകൾ, നൊന്തു വിളിച്ചതു പാട്ടായി അരിവെന്തില്ലെന്നും പാട്ടായി. വളരെ സന്തോഷം. താങ്ക് യു.